നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കേര മീൻകറിയാണ്. അതിനായിട്ട് ഇവിടെ ഒരു 1/2 കിലോ കേര കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യമായ പുളിവെള്ളം, അതിന് വേണ്ടുന്ന സാധനങ്ങൾ: ഒരു 6 കൊച്ചു വെളുത്തുള്ളി, ഒരു 3/4 കഷ്ണം ഇഞ്ചി, ആവശ്യമായ കറിവേപ്പില, ഒരു 8 കഷ്ണം വലിയ വെളുത്തുള്ളി. ഇത് നമ്മൾ അടുപ്പ് കത്തിച്ച് പാൻ ചൂടാക്കാൻ തുടങ്ങും. പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞു. ഇനി അതിലോട്ട് ഒരല്പം ഉലുവ, മുഴുവനായിട്ടുള്ള ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവ എന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. അപ്പൊ അത് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ ആവശ്യമായ മറ്റു പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഉലുവ ഇല്ലെങ്കിൽ തന്നെ ഉലുവ പൊടിയാണെങ്കിലും ചേർത്താൽ മതി. ഞാൻ എൻ്റെ കറികൾക്കെല്ലാം മുഴുവൻ ഉലുവയാണ് ചേർക്കാറുള്ളത്. അപ്പൊ മീനിന് നല്ലൊരു പ്രത്യേക ഒരു എന്താ പറയാ, ഒരു രുചിയും നല്ല മണവും ഒക്കെ. ഇത് നന്നായിട്ട് വഴന്ന് ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെയും ഇത് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും എല്ലാം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നല്ലപോലെ വഴന്ന് നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. 3 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചട്ടിക്കകത്ത് മീൻകറിക്കുള്ള കൂട്ട് എടുക്കാറില്ല. കാരണം ചൂടടിക്കുമ്പോൾ മിക്ക ചട്ടികളും വിണ്ട് കീറി പോകാറുണ്ട്. അതുകൊണ്ട് ഞാനിതിൻ്റെ പാനിലാണ് മീൻകറിക്കുള്ള മസാല തയ്യാറാക്കുന്നത്. മസാല നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ആ മണം വരുന്ന സമയത്ത് നമുക്ക് പുളിവെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കും. ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് നമ്മുടെ മസാലയുടെ അടപ്പൊന്ന് മാറ്റി നോക്കാം. ഇതാ തിളച്ചിട്ടുണ്ട്. മീനിന്റെ മസാല റെഡി ആയിട്ടുണ്ട്. അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് അതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് അടച്ചു വെക്കാം. നമുക്ക് അടച്ചു വെക്കാം. ഇനി ഇതിലേക്ക് ഇച്ചിരി ഉള്ളി നന്നായിട്ട് വഴറ്റി ഇങ്ങനെ ചേർക്കുകയാണ്. അപ്പം നല്ലൊരു രുചി. നല്ല രുചിയും നല്ലൊരു ഫ്ലേവറുമാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും
ഇതെങ്ങനെയൊന്ന് മീൻകറി ഉണ്ടാക്കി നോക്കുക, കഴിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അടപ്പെടുത്ത് മാറ്റാം. ഇത് നന്നായിട്ട് തിളച്ച് നല്ല കുറുകി നല്ല കളറും മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല കളറും കണ്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.